ഹായ് ഫ്രണ്ട്സ്, തെർപ്പൽ നഴ്സറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കോംബോ ഓഫേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹോയയുടെ കോംബോകൾ മാത്രമായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹോയയുടെ കുറേ കോംബോസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ 10 എണ്ണത്തിൻ്റെ 5 എണ്ണത്തിൻ്റെ 2 എണ്ണത്തിൻ്റെ അങ്ങനെയുള്ള കോംബോസാണ്. അപ്പോൾ ആ കോംബോസ് കംപ്ലീറ്റ് നമ്മൾ ഒന്നും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഈ കോംബോസിൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന കോംബോയിലെക്കാട്ടും കുറച്ചും കൂടെ പ്ലാന്റിനും വ്യത്യാസമുണ്ട്, നമ്മുടെ ആ ഒരു പ്രൈസിനും വ്യത്യാസമുണ്ട്. നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള പ്രൈസാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കണം. നല്ല രീതിയിൽ പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹോയ പ്ലാന്റ്സ്, അതായത് ഈ വള്ളിച്ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉള്ളൊരു സുവർണ അവസരമാണിത്. ആരും മിസ് ചെയ്യാണ്ട് കാണുക, അതേപോലെ പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് ഹോയയുടെ 10 പ്ലാന്റിൻ്റെ കോംബോയാണ് ഏറ്റവും ആദ്യത്തെ കോംബോ. അപ്പോൾ ഇതിൽ 10 ഡിഫറെൻറ്റ് വെറൈറ്റി കോംബോയാണ് വരുന്നത്. അപ്പോൾ ഓരോ കോംബോയുടെയും പേരും അതേപോലെ ആ ഫ്ലവറിൻ്റെ ഫോട്ടോയും ഞാൻ സൈഡിൽ പിന്ന് ചെയ്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഇതാണ്, ഡേവിഡ് കമ്മിങ് എന്നൊക്കെയാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര്. ഞാൻ എല്ലാത്തിൻ്റെയും പേര് പറയുന്നില്ല, കാരണം ചിലതിൻ്റെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേര് താഴെ കൊടുത്തേക്കാം, അതേപോലെ അതിൻ്റെ ഫോട്ടോ സൈഡിൽ പിൻ ചെയ്തേക്കാം. ഫസ്റ്റ് വെറൈറ്റി ഇതാണ്. എല്ലാത്തിൻ്റെയും ഫ്ലവറിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മൾ ആദ്യമൊക്കെ കൊടുത്തിരുന്ന ചെറിയ പ്ലാന്റ് ആണ്, പക്ഷേ ഇപ്രാവശ്യം ഒരുവിധം എല്ലാം ഈ ഒരു സൈസിലുള്ള, നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ആദ്യം എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെടിക്ക് പ്ലാന്റിന് ഒരിക്കലും നമ്മൾ കാണിക്കുന്ന സൈസ് നമുക്ക് അത്രയ്ക്ക് പക്കായിട്ട് എല്ലാ പ്ലാന്റിനും വരത്തില്ല. കാരണം പ്ലാന്റ് ആണ്, ചിലതിനൊരു 10 ലീഫ് ഉണ്ടെങ്കിൽ ചില പ്ലാന്റ്സിന് 8 or 7 ലീഫേ ഉണ്ടാവത്തുള്ളൂ. ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ്, ഏറ്റവും ആദ്യത്തെ വെറൈറ്റി. ആദ്യം നമ്മൾ കാണിക്കുന്ന 10 പ്ലാന്റിൻ്റെ ഇതാട്ടോ. ഇതൊരു യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്ന ഹോയ യെല്ലോ അല്ലെങ്കിൽ ഹോയ ഡെൻസിഫോളിയോ എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ്. യെല്ലോ ഫ്ലവറാണ് ഇതിനുണ്ടാവുന്നത്. ഈ ഒരു വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കോംബോ സെയിൽ ചെയ്യും അല്ലെങ്കിൽ തനിയെ സെയിൽ ചെയ്യും, എപ്പോഴും കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറയുന്ന ഒരു ഇതാണ്, കംപ്ലൈൻ്റ് ആണ്, ഹോയ മേടിച്ചിട്ട് ഹോയ കിട്ടിയില്ല എന്ന്. കാരണം ഇത് സാധാരണ നമ്മുടെ ഹോയ ഒരു ക്രീപ്പിംഗ് വെറൈറ്റി പോലെയാണല്ലോ, ഇതിങ്ങനെ ശരിക്കും ഒരു ചെടി കണക്കിന് ഇരിക്കുന്നതാണ്. അതായത് ക്രീപ്പിംഗ് ആയിട്ട് നമുക്ക് ആദ്യം തോന്നത്തില്ല. പക്ഷേ ഇതൊരു ഹോയയുടെ പ്ലാന്റ് ആണ്, യെല്ലോ ഫ്ലവറാണ്. ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലവർ ആയ പ്ലാന്റാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു ഫ്ലവറും കൂടിയാണ് കേട്ടോ. യെല്ലോ ഫ്ലവർ, നല്ല ഭംഗിയുള്ള യെല്ലോ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഹോയ ഡെൻസിഫോളിയ. അപ്പോൾ ഇതൊരു ഹോയയുടെ പ്ലാന്റ് തന്നെയാണ്, യെല്ലോ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഹോയയുടെ ഒരു വെറൈറ്റി തന്നെയാണ്. അടുത്തത് പബ്ലിക് ഗാലക്സി RHP എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ലൊരു മെറൂണിഷ് ഡാർക്ക് കളർ, ശരിക്കും ഒരു ബ്ലാക്ക് കളർ എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഫ്ലവറിന് പറയാം. ആ ഒരു കളർ വരുന്നൊരു വെറൈറ്റിയാണിത്. RHP എന്നാണ് ഈ ഒരു വെറൈറ്റീനെ പറയുന്നത്. നല്ല ഭംഗിയായിട്ടില്ല ഫ്ലവർ കാണാൻ. അടുത്തത് പബ്ലിക് ഗാലക്സി തന്നെയാണ്, നമുക്കൊരു മെറൂൺ ഷെയ്ഡിൽ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി. അപ്പോൾ എല്ലാ വെറൈറ്റിയും വ്യത്യാസം, എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. പബ്ലിക് ഗാലക്സി തന്നെയാണ്. ആദ്യം കാണിച്ചത് RHP. അടുത്തത് വാൽമയോഴിയാന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇച്ചിരി റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ, നമുക്ക് അധികം അങ്ങനെ കിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോംബോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വിലയുള്ളൊരു വെറൈറ്റിയും കൂടിയാണ്, പക്ഷേ ഈ ഒരു കോംബോയിൽ നമ്മൾ മാക്സിമം പ്രൈസ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നേക്കണേ. പിന്നെ ഈ ഒരു വെറൈറ്റി നമുക്ക് പിടിച്ച് കിട്ടാൻ പാടില്ല, അതായത് നമ്മൾ റൂട്ടാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു വെറൈറ്റിയാണ്. പക്ഷേ നമ്മൾ നല്ല റൂട്ട് വന്നേക്കണ പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അടുത്തത് ഹോയയുടെ സൺറൈസ് വെറൈറ്റി, ഹോയ സൺറൈസ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. എല്ലാത്തിൻ്റെയും റൂട്ട് പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കൊക്കോപീറ്റാണ്. നമ്മളത് അയച്ചു തരാൻ നേരത്തെ ഈ ട്രാൻസ്പോർട്ടേഷനിൽ ഈ ഒരു കൊക്കോപീറ്റ് പുറത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് വലിയൊരു, എന്താ പറയുക, ഈ ഒരു കൊക്കോപീറ്റ് കുറച്ച് പുറത്ത് വന്നു എന്ന് കരുതി പ്ലാന്റ് ഒരിക്കലും ഡാമേജ് ആവത്തില്ല. പ്ലാന്റ് സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ഹോയയുടെ സൺറൈസ്. അടുത്തത് ഓസ്ട്രാലിസ് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് ഫ്ലവർ തരുന്നൊരു അടിപൊളി വെറൈറ്റിയാണ് ഹോയ ഓസ്ട്രാലിസ്. നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആട്ടത് ഹോയയുടെ. നെക്സ്റ്റ് വൺ ക്രിങ്കിൾ, ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ക്രിങ്കിൾ. ഹോയ ക്രിങ്കിൾ എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര്. നല്ല ഭംഗിയാണ്. പിന്നെ ഹോയയുടെ എല്ലാ ഫ്ലവറും നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് കേട്ടോ. അടുത്ത ഇൻക്രസാറ്റ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓഫ് വൈറ്റ് കളറിലാണ് ഈ ഒരു ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്നത്.
നല്ല സ്മെല്ലാണ്, ഭയങ്കര മണമാണ് ഈ ഒരു ഹോയയുടെ ഫ്ലവർ ഉണ്ടാവും. നമുക്ക് ആ ഒരു ഫ്ലവറിങ് ടൈം ആകുമ്പോൾ തന്നെ ഭയങ്കരമായ ഒരു സ്മെല്ല് ഈ ഒരു ഫ്ലവറിനുണ്ടാവും. അപ്പോൾ ഈ ഒരു വെറൈറ്റി നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മുടെ 10 കോംബോയിൽ നമ്മൾ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കണേ കേട്ടോ. അടുത്തതും നമ്മൾ ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഹോയയുടെ ഷോക്കിംഗ് പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത്രയും നീട്ടമൊന്നും ഞാൻ ഉണ്ടെന്ന് പറയില്ല, പക്ഷേ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ ഏകദേശം ഈ ഒരു നീട്ടത്തിൽ പ്ലാന്റ് കിട്ടും കേട്ടോ. ഷോക്കിംഗ് പിങ്ക്, ഹോയയുടെ ഷോക്കിംഗ് പിങ്ക് എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാൻ. ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്, നീട്ടം കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ കോംബോ, അതായത് 10 കോംബോയാണ് ഞാനിപ്പോൾ കാണിച്ചത്. 10 കൂടെ 10 പ്ലാന്റിനും കൂടെ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന റേറ്റ് എന്ന് പറയുന്നത് 550 റുപ്പീസാണ്. നമ്മൾ ആ റേറ്റിനെ കുറച്ചിട്ട് 475 475 രൂപയാക്കിയിട്ടുണ്ട് ചെടികൾക്ക്. അപ്പോൾ 10 കോംബോയ്ക്ക് 475 റുപ്പീസാണ് വരുന്നത് കേട്ടോ. പോസ്റ്റേജ് എക്സ്ട്രാ ആണ്, ചെടികളുടെ മാത്രം പ്രൈസാണ് ഞാൻ പറയുന്നത്. 475 റുപ്പീസ്. താല്പര്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ. അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ വേരിഗേറ്റഡിൻ്റെ ഒരു കോംബോയാണ്. ഹോയ വേരിഗേറ്റഡ് വെറൈറ്റീസിൽ വരുന്ന കോംബോയാണ്. അപ്പോൾ ഓരോരോ വെറൈറ്റി നോക്കാം. നമ്മുടെ ലോങ് ലീഫിൻ്റെ വേരിഗേഷൻ ഉള്ള വെറൈറ്റി, അതേപോലെ തന്നെ ലോങ് ലീഫിൻ്റെ ഒരു വെറൈറ്റി. ഒരു പ്ലാന്റ് നമുക്ക് വേരിഗേഷനിൽ ഇപ്പോൾ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഹോയയുടെ നാരോ ലീഫ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് വെറൈറ്റി ഇതാണ്. എല്ലാം ഫ്ലവറിങ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിനൊക്കെ ഒരു ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. നമ്മുടെ ആദ്യത്തെ 10 കോംബോ പോലെയല്ല, ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഈ 2 ഫ്ലവറിന് ഇത് 2 കുറച്ച് വിലയുള്ള വെറൈറ്റിയാണ് കേട്ടോ, ഹോയയുടെ വേരിഗേറ്റഡിൽ. അടുത്തത് ഈ ഒരു വെറൈറ്റി. അപ്പോൾ 5 പ്ലാന്റാണ് ഈ ഒരു കോംബോയിൽ വരുന്നത്. ഈ ഒരു കോംബോയിൽ 4 പ്ലാന്റ് വേരിഗേറ്റഡും ഒരെണ്ണം മാത്രം നാരോ ലീഫ് മാത്രം വേരിഗേറ്റഡ് അല്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് വരുന്നത്. മൊത്തം 5 പ്ലാന്റാണ് വരുന്നത്. 5 പ്ലാന്റിനും കൂടെ 450 റുപ്പീസാണ് വരുന്നത്. എന്തുകൊണ്ട് 450 എന്ന് ചോദിച്ചാൽ വേരിഗേറ്റഡ് വെറൈറ്റീസാണ് കൂടുതലുള്ള, കുറച്ച് റേറ്റ് ഉള്ള വെറൈറ്റീസാണ്. അപ്പോൾ ഞാൻ മാക്സിമം കുറച്ച് ഇട്ടിട്ടുണ്ട്. 600 റുപ്പീസായിരുന്നു, നമുക്കത് 450 റുപ്പീസിനാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് കേട്ടോ. 5 പ്ലാന്റിനും കൂടെ 450. അടുത്തത് 2 പ്ലാന്റിൻ്റെ കോംബോയാണ്. അതിൽ ഒരു പ്ലാന്റ് ഹോയ ഹിന്ദുറോപ്പാണ്. ഹോയ ഹിന്ദുറോപ്പൊക്കെ നമുക്ക് ഇപ്പോഴാണ് ഈ ഒരു സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഹോയയുടെ ഹിന്ദുറോപ്പ്, ആദ്യത്തെ പ്ലാന്റ് ഹോയയുടെ ഹിന്ദുറോപ്പ്. രണ്ടാമത്തത് മാക്രോഫില്ല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ്. സൈസ് ശരിക്കും നോക്കിക്കോളൂ, ഇത്രയും ഈ പ്ലാന്റ്, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ, മാക്രോഫില്ല. അപ്പോൾ ഈ 2 വെറൈറ്റിക്കും കൂടെ 350 റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഹോയയുടെ ഹിന്ദുറോപ്പും ഹോയയുടെ മാക്രോഫില്ല എന്ന് പറഞ്ഞാൽ ഈ 2 വെറൈറ്റി. ഇതൊരു ഏകദേശം 400 റുപ്പീസിലായിരുന്നു നമുക്ക് ഈ ഒരു കോംബോ ഉണ്ടായിരുന്നു, നമ്മൾ 350 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 കോംബോയാണ് നമുക്കുള്ളത്. ഒന്നാമത്തത് 10 കോംബോ 475, രണ്ടാമത്തത് 5 കോംബോ 450, മൂന്നാമത്തത് 2 കോംബോ ഇത് 350. അപ്പോൾ ഈ 3 കോംബോയാണ് ഉള്ളത്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് സ്റ്റോക്ക് തീരുന്നവരെയായിരിക്കും ഈ ഒരു പ്രൈസ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഹോയയിൽ നമ്മൾ കോംബോ അല്ലാണ്ട് ഇടുന്ന ഒരു 3 പ്ലാന്റും കൂടിയുണ്ട്. അതിലൊന്ന് ഹോയ പബ്ലിക് ഗാലക്സി വൈറ്റ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. ഒരു ഓഫ് ക്രീം കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇടുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഹാർട്ട് ഷേപ്പ് കേരി എന്നൊക്കെ പറയുന്ന വെറൈറ്റി. ഹാർട്ട് ഷേപ്പിൽ നോർമൽ ഗ്രീൻ ലീഫ് വരുന്നത്. അടുത്തത് ഹോയ കേരിയുടെ വേരിഗേറ്റഡ്. അപ്പോൾ ഇതൊക്കെ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഓടിപ്പോരും, നമ്മൾ പ്ലാന്റ് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 3 വെറൈറ്റിയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൈസ് ഞാൻ കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്തേക്കാം, താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പ്ലാന്റ് തീരുന്നവരെയായിരിക്കും ഈ ഒരു കോംബോ നമുക്ക് ഉണ്ടാവുക കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഒരു റേറ്റിലേക്ക് നമ്മൾ ഇടും. പിന്നെ മാക്സിമം ഈ ഒരു സൈസിൽ തന്നെയായിരിക്കും പ്ലാന്റ് സൈസ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫോൺ നമ്പർ തരുമ്പോൾ, നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങൾ ഫോൺ നമ്പർ തരുമ്പോൾ മാക്സിമം 2 നമ്പർ തരാൻ ശ്രദ്ധിക്കുക. അതേപോലെ കോള് കണക്റ്റ് ആവുന്ന നമ്പർ ദയവ് ചെയ്ത് തരിക. നിങ്ങൾ നമ്പർ തന്നില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയിരിക്കും നമ്മൾ വെക്കുന്നത്. കാരണം ആ ഒരു നമ്പർ ആയിരിക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കണക്കാക്കുന്നത്. സോ വാട്സപ്പിൽ ഉള്ള നമ്പറിലേക്ക് കോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഉത്തരവാദിത്തമാണ്. വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തരിക എന്നത് കസ്റ്റമറിൻ്റെ ഉത്തരവാദിത്തമാണ്. ദയവ് ചെയ്ത് ആ ഒരു നമ്പർ നമുക്ക് തരിക കേട്ടോ. കാരണം പ്ലാന്റ് നമ്മളിവിടെ നിന്ന് അയച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അത്
പ്ലാന്റിനും ബുദ്ധിമുട്ടാണ്, അയക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, വാങ്ങുന്നവർക്കും ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഗാർഡനിങ് നേരുന്നു. താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.